हाची की कहानी किसने लिखा? हाची की कहानी ആരാണ് എഴുതിയത്? ഗീത് ചതുർവേദി. प्रोफेसर യുഎൻഒ को टोक्यो की सड़क से क्या मिला? ടോക്കിയോന്റെ റോഡിൽ വെച്ചിട്ട് പ്രൊഫസർ യുഎൻഒക്ക് എന്താണ് കിട്ടിയത്? ആൻസർ കുത്തേക്ക പില്ല. കുത്തേക്ക പില്ല എന്നർത്ഥം പട്ടിന്റെ കുട്ടി. पिल्ले के गले पर बंदी पट्टी पर क्या लिखा था? നായ്ക്കുട്ടീൻ്റെ കഴുത്തിൽ ഒരു എഴുത്തുപട്ടിയുണ്ട്. അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം हाची. जापानी भाषा में हाची का अर्थ क्या है? ജാപ്പാനി ലാംഗ്വേജിൽ ഹാച്ചിൻ്റെ അർത്ഥം എന്താണ്? ഹാച്ചിൻ്റെ അർത്ഥമാണ് 8. 8. ഹാച്ചി कौन सी नस्ल का कुत्ता था? ഹാച്ചി ഏത് ബ്രീഡുള്ള നായ ആയിരുന്നു? ആൻസർ അക്കീത്ത നസ്ൽക്ക. അക്കീത്ത പറഞ്ഞ ബ്രീഡിൻ്റെ നായ ആയിരുന്നു. പില്ലേ കി ഹാലത്ത് കൈസി ഥി? നായ്ക്കുട്ടീൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? മസ്ബൂർ ഹാലത്ത്. വളരെ ദുർബലമായുള്ള അവസ്ഥ ആയിരുന്നു. ഭാഗ്യ കാ മാറ ക മത്ലബ് ക്യാ ഹെ? ഭാഗ്യ ക മാറയുടെ അർത്ഥം എന്താണ്? ആൻസർ ഭാഗ്യഹീൻ, അതായത് ദുർഭാഗ്യം. പ്രൊഫസർ ने हाची को लेकर क्या निश्चय किया? പ്രൊഫസർ ഹാച്ചിയെക്കുറിച്ച് എന്താണ് തീരുമാനിച്ചത്? ഹാച്ചിക്ക് മാലിക്കു ഡൂണ്ടേക്ക. ഹാച്ചിയുടെ മാലിക്കിനെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. മാലിക്കിൻ്റെ അർത്ഥം ഓണർ, അതായത് ഇവിടെ ഹാച്ചീൻ്റെ ഓണർ. ഹാച്ചിനെ പ്രൊഫസർ കോ ക്യാ മാൻ ലിയ? ഹാച്ചി പ്രൊഫസറിനെ എന്താണ് മനസ്സിലാക്കിയത്? അപ്നാ മാലിക്, അതായത് അവൻ്റെ സ്വന്തം മാലിക്, ഹിസ് ഓൺ ഓണർ. ഹാച്ചി പ്രൊഫസർ കോ ക്യൂ മാലിക് മാനനെ ലഗ? ഹാച്ചി പ്രൊഫസറിൻ്റെ മാലിക്കായി കരുതിയത് എന്തിന്? रोज़ साथ रहने से हाची को प्रोफेसर से लगाव हो गया, इसलिए हाची प्रोफेसर को मालिक मानने लगा. ഹാച്ചി എല്ലാ ദിവസവും പ്രൊഫസറിനൊപ്പം ആയിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഹാച്ചിക്ക് പ്രൊഫസറിനോട് സ്നേഹം തോന്നിയത്. ദിൽ പിഘൽ ഗയ ക മത്ലബ് ക്യാ ഹെ? ദിൽ പിഘൽ ഗയ അർത്ഥം എന്താണ്? ആൻസർ മൻ മേ ദയ ഉത്പന്ന ഹുയി, അതായത് മനസ്സിൽ സന്തോഷം തോന്നി. പ്രൊഫസർ की पत्नी के दिल पिघलने का कारण क्या है? പ്രൊഫസറിൻ്റെ ഭാര്യൻ്റെ മനസ്സ് എന്തുകൊണ്ട് മാറിയത്? हाची बहुत सुंदर था और प्रोफेसर से बहुत प्यार करता था. यही देखकर प्रोफेसर की पत्नी का दिल पिघल गया. ഹാച്ചി വളരെ നല്ലവനായിരുന്നു, പിന്നെ പ്രൊഫസറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് പ്രൊഫസറിൻ്റെ ഭാര്യയ്ക്ക് മനസ്സ് മാറിയത്. ഹാച്ചി ഹർ ഷാം ക്യാ കർത്താ ഥാ? ഹാച്ചി എല്ലാ വൈകുന്നേരം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? പ്രൊഫസർ കാ ഇന്തസാർ, പ്രൊഫസറിനെ കാത്തിരിക്കുക. യഹ് റോസ് കാ സിൽസില ബൻ ഗയ. റോസ് കാ സിൽസില ക്യാ ഹെ? എല്ലാ ദിവസവും ഒരു ശീലമായി. അതെന്താണ് ആ ശീലം? ഹർ ദിൻ ഹാച്ചി പ്രൊഫസർ കോ സ്റ്റേഷൻ छोड़ने जाता था. शाम को वो स्टेशन पर उनका इंतज़ार करता था. यही रोज़ का सिलसिला बन गया. എല്ലാ ദിവസവും ഹാച്ചി പ്രൊഫസറിൻ്റെ കൂടെ സ്റ്റേഷനിൽ പോകാറുണ്ടായിരുന്നു. ഈവനിങ് ആവുമ്പോൾ സ്റ്റേഷനിൽ പ്രൊഫസറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് എല്ലാ ദിവസത്തിൻ്റെ ശീലം. ഏക് ദിൻ പ്രൊഫസർ ക്യൂ വാപ്പസ് നഹീ ആയേ? ഒരു ദിവസം പ്രൊഫസർ എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല?
आंसर, प्रोफेसर का अचानक निधन हो गया. प्रोफेसर പെട്ടെന്ന് മരിച്ചു. प्रोफेसर के अभाव में रोज हाची क्या करता था? പ്രൊഫസർ ഇല്ലാത്ത സമയത്ത് ഹാച്ചി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഹാച്ചി रोज स्टेशन पर प्रोफेसर का इंतजार करता रहा. ഹാച്ചി ഡെയിലി സ്റ്റേഷനിൽ പ്രൊഫസറിന് കാത്തിരിക്കുകയായിരുന്നു. ഹാച്ചി കിतने साल तक इंतजार करता रहा? ഹാച്ചി എത്ര വർഷം കാത്തിരുന്നു? ആൻസർ, 9 साल और 9 महीने. 9 വർഷം പിന്നെ 9 മാസം. ഹാച്ചി की मौत कब हुई? ഹാച്ചിൻ്റെ മരണം എപ്പോഴായിരുന്നു? 1935 में ഹാച്ചി की मौत हुई.